ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തായിരുന്നു? ഇന്ന് ഓണം എക്സാം ആയിരുന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഹൂ റോട്ട് അർത്ഥശാസ്ത്ര എഴുതിയത് ആരാണ്? ഡി ആണ് കറക്റ്റ് ആൻസർ, കൗതിലിയ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മെസോളിത്തിക് സൈറ്റ് ഇൻ ഇംഗ്ലണ്ട്. ഏതാണ്? സ്റ്റാർക്കാർ. ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു വാരിയസ് ലിറ്റ്സ് ഇൻ ദ 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ഗിവൻ ബിലോ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഫോറിൻ അഫയേഴ്സ്, defense etc. are included in the union list. Railways, police etc. are included in the current list. Agriculture, jails are included in the state list. Education, marriage etc. are included in the union list. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ 1ഉം 2ഉം കറക്റ്റ്. ഇനി രണ്ടാമത്തെ ബി ഓപ്ഷൻ 3ഉം 4ഉം, മൂന്നാമത്തെ സി ഓപ്ഷൻ 1ഉം 3ഉം, ഡി ഓപ്ഷൻ 2ഉം 4ഉം. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ റിവേഴ്സ് ബിറ്റ്വീൻ വിച്ച് ദ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് ആർ സിറ്റുവേഷൻ. ഏതാണ്? സത്ലുജ് ആൻഡ് കലി. ഓക്കെ. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ പാസ് which connect ഹിമാചൽ പ്രദേശ് വിത്ത് ലഡാക്ക്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബനിഹാൽ ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, റൈറ്റ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ബാബർ റീജിയൻ ഇൻ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. എന്താണ്? ബാബർ റീജിയൻ്റെ പെക്യുലാരിറ്റീസ് ചെയ്ത വിത്ത് അപ്രോക്സിമേറ്റ്ലി 8 to 10 കിലോമീറ്റർ ആണ്. ഇനി അതുപോലെ തന്നെ റണ്ണിങ് പാരലൽ ടു ദ ശിവലിക് മൗണ്ടെയിൻ റേഞ്ച് അറ്റ് ദ ബ്രേക്കപ്പ് ഓഫ് ദ സ്ലോപ്പ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താ? കംപ്ലീറ്റ് ദ ഗിവൻ ചാർട്ട് റിലേറ്റഡ് ടു ദ യൂസ് ഓഫ് ടൂൾസ് ഡ്യൂറിങ് പാലിയോലിത്തിക് ഏജ്. അപ്പോൾ പാലിയോലിത്തിക് ഏജുമായി റിലേറ്റ് ചെയ്തിട്ടൊരു ഫ്ലോ ചാർട്ടാണ്, അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? എ ബി സി അവിടെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എ തന്നിട്ടില്ല. ദെൻ അതിൻ്റെ അടിയിൽ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദയർ ഷേപ്പ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ എന്താ? യൂട്ടിലൈസേഷൻ ആണ്. ദെൻ ഫാഷനിങ് ആണ്. അതിൻ്റെ അടിയിൽ നമുക്ക് ബി എന്നുള്ളടത്ത് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ് എന്ന് എഴുതാം. ഇനി സി എന്നുള്ളടത്ത് നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ, ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പേർപ്പസ് എന്ന് എഴുതാം. അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മെൻഷൻ എനി 3 features of the Indian federalism. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. ഇൻ ദ ഡിവിഷൻ ഓഫ് പവർ മോർ സബ്ജക്റ്റ് ആൻഡ് കീ പവേഴ്സ് ആർ വിത്ത് ദ സെൻറ്റേഴ്സ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ ജുഡീഷ്യറി, ക്വാസി ഫെഡറൽ സിസ്റ്റം. അപ്പോൾ ഇത് 4 പോയിൻറ്റ്സ് ഉണ്ട്. ഏതെങ്കിലും 3 എഴുതിയാൽ മതി. ഇനി 9ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ നോട്ട് ഓൺ ബുദ്ധിസ്റ്റ് സ്റ്റൂബാസിനെ കുറിച്ചിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ബിൽഡിങ്സ് ബിൽഡ് ഓൺ സൈറ്റ്സ് വേർ ദ ഫിസിക്കൽ റിമെയിൻസ് ഓഫ് ദ ബുദ്ധ ഓർ ഒബ്ജെക്ട് യൂസ്ഡ് ബൈ ദ ബുദ്ധ were buried, made in a semi-circular shape, rich in carvings. സഞ്ജി ആൻഡ് സർണ സ്റ്റൂബാസ് ആർ ഫേമസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതിയാൽ മതി. ഓരോ പോയിന്റ്സിനും ഓരോ മാർക്ക് വീതം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കി നോക്കാം. 10th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഹിമാലയൻ റേഞ്ചസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഗിവൻ നെയിംസ്. അപ്പോൾ ഔട്ടർ ഹിമാലയാസ്, ഗ്രേറ്റർ ഹിമാലയാസ്, ലെസ്സർ ഹിമാലയാസ്. അപ്പോൾ ഏതാണ്? അപ്പോൾ ഔട്ടർ ഹിമാലയാസിനെ നമ്മൾ ശിവലിക് എന്നും, ഗ്രേറ്റർ ഹിമാലയാസിനെ നമ്മൾ ഹിമാദ്രി എന്നും, അതുപോലെ ലെസ്സർ ഹിമാലയാസിനെ നമ്മൾ ഹിമാചൽ എന്നുമാണ് പറയുന്നത്. ഓക്കെ. നമുക്ക് 11th ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ചോദ്യമാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ടു മേക്ക് ഹ്യൂമൻ റിസോഴ്സ് മോർ എഫിഷ്യൻറ്റും? ഹ്യൂമൻ റിസോഴ്സ് മോർ എഫിഷ്യൻ്റ് ആവാനുള്ള ഫാക്ടേഴ്സ്, ഹെൽപ്പ് ചെയ്യണ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എൻഷുറിങ് ഹയർ എഡ്യൂക്കേഷൻ. എന്താണ് എൻഷുറിങ് ഹയർ എഡ്യൂക്കേഷൻ? ഒന്നുകൂടി നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ ട്രെയിനിങ്, ഹെൽത്ത് കെയർ, ഇതൊക്കെയാണ്. ഓക്കെ. ഹെൽത്ത് കെയർ അടുത്ത പോയിന്റ് ആണ്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പ്ലേറ്റ് ബൗണ്ടറീസ് റെപ്രസെൻറ്റഡ് ബൈ ദ
ഗിവൻ പിക്ചേഴ്സ്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് വൺ? എ ഏതാണ്? കൺവേർജൻറ്റ് ബൗണ്ടറി ആണ്, ബി ഡൈവേർജൻറ്റ് ബൗണ്ടറി ആൻഡ് സി ട്രാൻസ്ഫോം ബൗണ്ടറി. ഓക്കെ, ഇനി 13ാമത്തെ ചോദ്യമാണ് നെയിം എനി 3 ഡാവോസ് ഇൻ പഞ്ചാബ് ഹരിയാന പ്ലെയിനിലെ ഏതെങ്കിലും 3 ഡാവോസ് ഏതാ? അപ്പോൾ ഏതൊക്കെയാണ്? ബിസ്റ്റ് ജലാന്തർ ഡാവോബ്, അതേപോലെ ബാരി ഡാവോബ്, രജ്ന ഡാവോബ്. ഇനി നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ ആണ് ചൂസ് ദ കറക്റ്റ് ബയേഴ്സ് റിലേറ്റഡ് ടു ദ സപ്താംഗ തിയറി. സപ്താംഗ തിയറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പെയർ ഇതിലേതാണ്? അപ്പോൾ ഇതിൽ കറക്റ്റ് ബയേഴ്സ് ഏതൊക്കെയാണ്? മിത്ര, ഫ്രണ്ട്ലി കൺട്രീസ്, അതുപോലെ തന്നെ സി ജനപദ, ലാൻഡ് ആൻഡ് പീപ്പിൾ, ദുർഗ, ഫോർഫൈഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ. അപ്പോൾ 3 എണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഓരോന്നിനും ഓരോ മാർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ മൺസൂൺ വിൻഡ്സ് റെപ്രസെൻറ്റഡ് ബൈ ദ ഗിവൺ മാപ്പ്, എക്സ്പ്ലെയിൻ ദ ഡയറക്ഷൻ ഓഫ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ദീസ് മൺസൂൺ വിൻഡ്സ്. അപ്പോൾ ഇതിൽ മൺസൂൺ വിൻഡ്സ് ഐഡന്റിഫൈ ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ? സൗത്ത് വെസ്റ്റ് മൺസൂൺ, 2 branches of the south west monsoon winds, the Arabian branch and the Bay of Bengal branch. The Arabian Sea branch that reaches the coast of Kerala by early June causes heavy rainfall here. Then it advances to the states of Karnataka, Goa, Maharashtra and Gujarat that causes rainfall in the western parts. ഇനി അടുത്തത് എന്താ? The Bay of Bengal branch ആണ്. The Bay of Bengal branch entering the land through the Sundarbans Delta region get bifurcated into 2 sub-branches. One branch moves eastwards and enters the Brahmaputra plain causing widespread rain. The other branch moving westward along the Ganga plain causes rainfall in West Bengal, Bihar, Uttar Pradesh, Delhi and proceeds further westward. Over the Punjab plain, this branch joins the Arabian branch which is moving parallel to the Aravalli mountain and then brings rain to the foothills of the western Himalayas. ഓക്കെ, അപ്പോൾ ഇത്രയധികം പോയിന്റ്സ് എഴുതണമെന്നില്ല, ഇതിൽ ഏതെങ്കിലുമൊക്കെ 2-3 പോയിന്റ്സ് ഓരോന്നിനും വീതം എഴുതാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇനി അടുത്ത ചോദ്യം എന്താ? ഐഡന്റിഫൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ഇറ്റ്സ് റിവാർഡ്സ് ഗിവൻ. റെന്റ് എവിടെയാണ്? ലാൻഡ് ആണ്. ഇനി വേജ് എവിടെയാണ്? ലേബർ ആണ്. ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ആണ്. പ്രോഫിറ്റ് എവിടെയാണ്? എൻട്രപ്രണർഷിപ്പ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇനി അടുത്ത 17ാമത്തെ ചോദ്യം അനലൈസ് ദ ഗിവൺ മാപ്പ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. എന്താണ്? നെയിം എനി 2 mountain ranges included in Trans-Himalayas. ട്രാൻസ്-ഹിമാലയാസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും 2 മൗണ്ടെയിൻസ്. കാരക്കോരം, ലഡാക്ക്, സസ്കാർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഇനി ബി ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഔട്ട് ദ മേജർ ഹിൽസ് ഇൻക്ലൂഡഡ് ഇൻ പർവ്വജാൽ. അപ്പോൾ പർവ്വജാലിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹിൽസ് ഏതൊക്കെയാണ്? പത്കൈബം, ഗാരോ, ഗാസി, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. അതിലേതെങ്കിലും 2-3 എണ്ണം എഴുതുക. ഓക്കെ, ഇനി 18ാമത്തെ ചോദ്യം ലിസ്റ്റ് ഔട്ട് എനി 4 ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് ഏത്? ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പാർലമെൻ്ററി ഡെമോക്രസി, റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ സ്ട്രക്ചർ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് പ്രൊപ്പോസ്ഡ് ബൈ മഹാവീര ഫോർ അറ്റൈനിങ് മോക്ഷ? ഐഡന്റിഫൈ ഇറ്റ്സ് നെയിം. അപ്പോൾ എന്താണ് പ്രിൻസിപ്പിൾ? റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ്, റൈറ്റ് ആക്ഷൻ ആണ്. അതിൻ്റെ നെയിം എന്ന് പറയുന്നത് എന്താ? ടൈറാത്നാസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ എന്താ? എയും ബിയും അറേഞ്ച് ചെയ്യാൻ. കറക്റ്റായി എങ്ങനെ മാച്ച് ചെയ്യണം എന്നുള്ള നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. പത്കൈബം അതേതാ? പർവ്വജാൽ ഹിൽസ് വരും. പിന്നെ നാനിറ്റാൾ എന്താ വരിക? ഉത്തരാഖണ്ഡ് ഹിമാലയ വരും. ഷിംല ഹിമാചൽ ഹിമാലയ വരും. മൗണ്ട് കേച്ചു കാശ്മീർ ഹിമാലയ എന്നും വരും. ഓക്കെ, നെക്സ്റ്റ് 21th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ഹ്യൂമൻ ടു ബിഗിൻ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് ഡ്യൂറിങ് ദ നിയോളിത്തിക്
നിയോളിത്തിക് ഏജ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ അഗ്രികൾച്ചർ ചെയ്യാനും അതുപോലെ ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത്? അപ്പോൾ അതിന് ഇതാക്കിയ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഒരുപാട് കൂടി, കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ട്സ്, ചേഞ്ചിങ് ടെക്നോളജി. അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ കന്നുകാലികളെ വളർത്താനും ഒക്കെ ഉള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തെ ചോദ്യം, വാട്ട് ഈസ് അശോകധമ്മ? എന്താണ്? ദ ഐഡിയാസ് പ്രൊപ്പഗേറ്റഡ് ബൈ എംപറർ അശോക ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് കോഎക്സിസ്റ്റൻസ് എമംഗ് ഹിസ് സബ്ജക്ട്സ് ആർ നോൺ ആസ് അശോകധമ്മ. എലൂസിഡേറ്റ് ദ മെയിൻ ഐഡിയാസ് ഓഫ് അശോകധമ്മ. എന്തൊക്കെയാണ് മെയിൻ ഐഡിയാസ് ഓഫ് അശോകധമ്മ എന്ന് പറയുന്നത്? ബി ടോളറൻറ്റ് ടു അതർ റിലീജിയൻസ്, റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ബി കൈൻഡ് ടു സ്ലേവ്സ് ആൻഡ് ദ സിക്ക്. ഇനി 23ാമത്തെ, ഐഡൻറ്റിഫൈ ദ ആൻഡ് റൈറ്റ് ദ സ്റ്റോൺ ഏജ് റെപ്രസെൻറ്റഡ് ബൈ ദ സൈൻസ് ഗിവൺ ബിലോ. എന്തൊക്കെയാണ്? നെവസ എന്താണ്? കാൽക്കോലിത്തിക് ഏജ് ആണ്. ചൗവറ്റ് ഏതാ? പാലിയോലിത്തിക് ഏജ്. ദെൻ ഡയാബാദ് എന്താണ്? കാൽക്കോലിത്തിക് ഏജ് ആണ്. ജാമോ എന്താണ്? നിയോലിത്തിക് ഏജ് ആണ്. ലാഗോജാവ് മെസോലിത്തിക് ഏജ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In 24th question, give reason for the excessive cold weather experienced in the North Indian plains during winter season. വിൻ്റർ സീസണിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ എന്തുകൊണ്ടാണ് ഇത്ര അധികം കോൾഡ് വെതർ? നോക്കി നോക്കാം. എന്തൊക്കെയാണ്? സ്നോഫോൾ ഇൻ ദ നിയർബൈ ഹിമാലയ റേഞ്ചസ് കോൺട്രിബ്യൂട്ട് ടു സ്ട്രോങ് കോൾഡ് വേവ്സ്. അതുപോലെ കോൾഡ് വിൻഡ്സ് ഫ്രം വെസ്റ്റ് ഏഷ്യ കോസ് ഫ്രോസ്റ്റ്, ഫോഗ് ആൻഡ് കോൾഡ് വേവ്സ് in the western part of the North Indian plain. The apparent movement of the sun from the northern hemisphere towards the southern hemisphere adds to the cold conditions. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25th ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഏർലി ആൻഡ് ലേറ്റർ വേദിക് പീരിയഡ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഏർലി വേദിക് പീരീഡിൽ കമ്പാരിറ്റീവ്ലി ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ഫോർ വിമൻ ആണ്. ലേറ്റർ വേദിക് പീരീഡിൽ ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ വിമൻ ഡിക്ലൈൻഡ്. ഇനി ഏർലി വേദിക് പീരീഡിൽ വേർഷിപ്പ് എങ്ങനെയാണ്? ദ യാഗാസ് വർ സിമ്പിൾ ആൻഡ് കുഡ് ബി ഡൺ ബൈ ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ലേറ്റർ വേദിക് പീരീഡിലാണെങ്കിൽ ദ യാഗാസ് ബിക്കെയിം കോംപ്ലിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ്. അപ്പോൾ ഇങ്ങനത്തെ പോയിൻറ്റ്സ് ഒക്കെ നമുക്ക് എഴുതാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26th ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 26ാമത്തെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് പ്ലേസസ് ഓഫ് ടൂറിസം ഡെവലപ്ഡ് ഇൻ ദ ഹിമാലയൻ റീജിയൻ. ഫസ്റ്റ് ഫേസ് ഓഫ് ടൂറിസം ഡെവലപ്ഡ് ഈസ് പിൽഗ്രിം സെൻറ്റേഴ്സ്. പിൽഗ്രിം സെൻറ്റേഴ്സ് ഹാസ് കൈലാസ്, മനസരോവർ, അമർനാഥ് ആൻഡ് Hamagunda Sahib. Second phase of tourism development is resort town such as Shimla, Darjeeling, Shillong, Ellora, Ranikhet, Missouri and Nainital. Third phase of tourism is adventure tourism. അപ്പോൾ 3 ഫേസിനെ കുറിച്ചിട്ടും എഴുതുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 27. ആൻസർ ദ ക്വസ്റ്റ്യൻ 27 and 28 ആസ് പെർ ദ ഡയറക്ഷൻ ആണ്. ഇനി അതിൽ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം ബേസ്ഡ് ഓൺ ദ ഹിൻസ് ഗിവൻ. എന്തൊക്കെയാണ് ഹിൻസ്? ദ ഹിമാലയൻ റിവേഴ്സ് ആൻഡ് ദയർ ഒറിജിൻ, ലാൻഡ് ഫോംസ്. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇത് എഴുതുക, അല്ലെങ്കിൽ ഇനി ബി ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ഈസ് ദ നാച്ചുറൽ വെജിറ്റേഷൻ? എക്സ്പ്ലെയിൻ any 2 types of natural vegetations in the North Indian plains. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര, ഇൻഡസ് അതിൻ്റെ ഒക്കെ ഒരു പോയിന്റ് എഴുതുക. ദെൻ ലാൻഡ് ഫോംസ്, വി ഷേപ്ഡ് വാലി, ഗോഗസ് ആൻഡ് വാട്ടർഫോൾസ് എന്ന് എഴുതി. ഇനി അതിലത്തെ ബി പാർട്ട് എന്താ? എ പ്ലാന്റ് കമ്മ്യൂണിറ്റി ദാറ്റ് ഹാസ് ബീൻ ലെഫ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഫോർ എ ലോങ് പീരീഡ് enabling its individual species to fully adapt to the respective climate and soil condition. ഇനി എന്താ അതിൽ ട്രോപ്പിക്കൽ ഡിസീഡിയസ് ഫോറസ്റ്റ് എന്താണ്? ഡ്രൈ ഡിസീഡിയസ് ഫോറസ്റ്റ്, റെയിൻഫോൾ ബിറ്റ്വീൻ 70 സെൻറ്റിമീറ്റർ ആൻഡ് 100 സെൻറ്റിമീറ്റർ ആണ് ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ. ഇനി എന്താ? മോസ്റ്റ് ഡിസീഡിയസ് ഫോറസ്റ്റ് ഫ്രം 100 സെൻറ്റിമീറ്റർ ടു 200 സെൻറ്റിമീറ്റർ അലോങ് ദ സ്ട്രിപ്പ് ഓഫ് ശിവാലിക് റേഞ്ച് ഇൻക്ലൂഡിങ് താറായ്. അതിൽ ദ ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ് രണ്ടാമത്തെ, പ്രിവെൻറ്റ് ഇൻ ദ സെമി ആരിഡ് ഏരിയാസ് ഓഫ് സദേൺ പഞ്ചാബ്
Haryana, Rajasthan, and Uttar Pradesh consist of various grasses and shrubs with important species such as bamboo bur, white date palm, khair, neem, gajri, and palas. ഇനി എന്താ swamp forest ആണ്. Natural vegetation found in the vast and expanses of Rajasthan, freshwater lakes, the freshwater marshes of the Ganga plain, the food plain of the Brahmaputra, and the deltaic region of Sundarbans. The marshy and expensive deltaic region of Ganga plain in West Bengal is Sundarbans. ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ന്യൂ ഐഡിയാസ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ 6th century BC. അപ്പോൾ അത് 6 മാർക്കിനെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്ന പോയിൻറ്റ്സ് ഒക്കെ റെലവൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒരു 6 മാർക്കിന് വരുമ്പോൾ ഒരു 6 ഒരു 12 പോയിൻറ്റ്സ് ഒക്കെ ആയിട്ട് എഴുതുക. അപ്പോൾ അത് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ എന്താ കമ്പയർ ദ ലൈഫ് പാറ്റേൺ ഓഫ് പാലിയോലിത്തിക് മിസോലിത്തിക് ഹ്യൂമൻ ബേസ്ഡ് ഓൺ ദ ഗിവൻ ഹിൻസ് ടോൾസ് വേസ് ഓഫ് ലിവിങ് ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള ആൻസർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം കൂട്ടുകാർ പഠിച്ച കാര്യങ്ങൾ ഒക്കെ ഈ മാർക്കിന് വെച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ കൂട്ടുകാർക്ക് നല്ല ഒരു എക്സാം ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.